Hi and welcome to the new video on industrial instrumentation and automation. So applications of transducers are discussed and in that measurement of displacement. So displacement measurement using resistance potentiometer and inductive transducer were discussed. Now in this video I'll be discussing about this displacement measurement using capacitive transducer and differential pressure measurement using capacitive transducer. Okay. So that is the main focus. So as already we know, a displacement transducer converts displacement or mechanical vibrations into electrical voltage or current. Okay. ഇപ്പോൾ ഒരു ബേസിക് കപ്പാസിറ്റർ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് അറിയാം, എന്താ പറയുക, അറിയാവുന്ന കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ദ പ്രിൻസിപ്പൽ ഓപ്പറേഷൻ ഓഫ് എ കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ ഇസ് ബേസ്ഡ് ഓൺ ദ ഫെമിലിയർ ഇക്വേഷൻ വിച്ച് ക്യാൻ ബി ഒപ്റ്റെയിൻ ഫ്രം ദിസ്. ഇപ്പോൾ ഇതിലിപ്പോൾ ഒരു കപ്പാസിറ്റർ കാണിച്ചിട്ടുള്ളത് ലെങ്ത് എൽ എന്നുള്ള രീതിയിൽ ഒരു നമുക്കറിയാം രണ്ട് പ്ലേറ്റുകളുണ്ടാവും, ഒരു ടോപ്പ് പ്ലേറ്റും ഒരു ബോട്ടം പ്ലേറ്റും ഉണ്ടായിരിക്കും. ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ വിത്ത് ഒരു റിലേറ്റീവ് പെർമിയബിലിറ്റി എപ്സിലോൺ ആർ എന്നുള്ള രീതിയിൽ റിലേറ്റീവ് പെർമിയബിലിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ. ഇത് ഡി ആണ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഡബ്ല്യു ആണ് ഇതിൻ്റെ വിഡ്ത്ത്, ലെങ്ത് എൽ. ഓക്കെ, ഈ രീതിക്കാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. സി ഈക്വൽ ടു എന്ത് വരും? എ എപ്സിലോൺ ഡിവൈഡഡ് ബൈ ഡി. എ എപ്സിലോൺ ഡിവൈഡഡ് ബൈ ഡി, വേർ ഡി ഈസ് ദി distance between the plates. From the previous diagram itself you can see it is the distance between the plates, and A is the overlapping area of the plates. A എന്ന് പറഞ്ഞാൽ ഓവർലാപ്പിംഗ് ഏരിയ ആണ്, അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ശ്രദ്ധിക്കണം, ഇപ്പോൾ ഈ കേസിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ കാണുന്നത്. ഈ മേലത്തെ പ്ലേറ്റും താഴത്തെ പ്ലേറ്റും സെയിം ഡയമെൻഷൻസ് ആണ്, കറക്റ്റ് മേലെയും താഴെയും ആയിട്ട് പൊസിഷൻ ചെയ്തിരിക്കുകയാണ്. അതായത് ഇതിൻ്റെ ഓവർലാപ്പിംഗ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലേറ്റിൻ്റെ ഏരിയ തന്നെയാണ്. ദാറ്റ് ഈസ് ഡബ്ല്യു ഇൻറ്റു എൽ അല്ലേ. വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഡബ്ല്യുവും ലെങ്ത് എല്ലും ആണ്. അപ്പോൾ ഡബ്ല്യു ഇൻറ്റു എൽ ആണ് ഇതിൻ്റെ ഓവർലാപ്പിംഗ് ഏരിയ വരുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് വരുന്നത് ഡി ആണ്. അതാണ് ഡിസ്റ്റൻസ് ഡി വരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു പെർമിയബിലിറ്റി, റിലേറ്റീവ് പെർമിയബിലിറ്റി എപ്സിലോൺ ആർ ആയിട്ടുള്ള ഒരു മെറ്റീരിയലിനെ കയറ്റി വെച്ചിരിക്കുകയാണ്. സോ എ ഈസ് ദ ഓവർലാപ്പിംഗ് ഏരിയ ഓഫ് ദ പ്ലേറ്റ്സ്, ഡി ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, ആൻഡ് എപ്സിലോൺ ഈസ് ദ പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. മീഡിയത്തിൻ്റെ പെർമിയബിലിറ്റി ആണ്, വിച്ച് ഈസ് ഗിവൺ ബൈ എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ 0, where epsilon r is a relative permeability and epsilon 0 is the permittivity of space, free space. As you know, it is 8.854 into 10 raised to minus 12 f per meter. ഓക്കെ, ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. സോ കപ്പാസിറ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എ എപ്സിലോൺ ബൈ ഡി ഓർ എ എപ്സിലോൺ 0 എപ്സിലോൺ ആർ ഡിവൈഡ് ബൈ ഡി എന്നുള്ള രീതിയിൽ പറയാവുന്നതാണ്. ആൻഡ് from this equation itself you can see that capacitance can be varied by varying any of these parameters, that is by varying the overlapping area, or by changing the distance between the plates, or by change in dielectric constant. ഇപ്പോൾ ഈ മൂന്നെണ്ണം ഡയറക്റ്റ് ആയിട്ട് ഇംപ്ലിസിറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. ബൈ വാരിയിങ് ദി ഓർ ബൈ ചേഞ്ചിങ് ദ ഏരിയ, ദാറ്റ് ഈസ് ദ ഓവർലാപ്പിംഗ് ഏരിയ, ഓർ ബൈ ചേഞ്ചിങ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, ഓർ ബൈ ചേഞ്ചിങ് ദി ഡയലക്ട്രിക് കോൺസ്റ്റന്റ് യു ക്യാൻ ചേഞ്ച് ദ കപ്പാസിറ്റൻസ്. അപ്പോൾ കപ്പാസിറ്റൻസ് ഈ മൂന്ന് മെത്തേഡുകളിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, and the changes are caused by any physical variables like displacement, force and pressure in most cases. So ഈ ചേഞ്ചസ് ഇപ്പോൾ പറഞ്ഞ പാരാമീറ്റേഴ്സിൽ ചേഞ്ച് വാരി ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് വാരി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നോർമലി ഇത് ഡിസ്പ്ലേസ്മെൻറ്റ്, ഫോഴ്സ്, പ്രഷർ ഇത് ഏതെങ്കിലുമൊക്കെ വെച്ചിട്ടാണ് ഈ വാരിയേഷൻസ് വരുന്നത് എന്നുള്ള രീതിയിലായിരിക്കും അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ ബേസിക്കലി ഇറ്റ് ക്യാൻ ബി യൂസ് ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർമെൻറ്റ്, ഓൾസോ ഫോർ ഫോഴ്സ് ഓർ പ്രഷർ മെഷർമെൻറ്റ്. സോ ഫോഴ്സ് മെഷർമെൻറ്റും ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രമല്ല ഫോഴ്സും പ്രഷറൊക്കെ മെഷർ ചെയ്യാനും എന്ത് യൂസ് ചെയ്യാറുണ്ട്, ഈ ട്രാൻസ്ഡ്യൂസേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, and this change in capacitance may be caused by the change in dielectric constant, as in the case of measurement of liquid or gas levels. ഇപ്പോൾ ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസ് ലെവൽസിൻ്റെ മെഷർമെൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കാം, ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റിൻ്റെ ചേഞ്ച് എന്നുള്ള രീതിയിലായിരിക്കും അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ആൻഡ് കപ്പാസിറ്റൻസ് മേ ബി മെഷർഡ് വിത്ത് ബ്രിഡ്ജ് സർക്യൂട്ട്. കപ്പാസിറ്റൻസ് മെഷർ ചെയ്യുന്നത് ബ്രിഡ്ജ് സർക്യൂട്ട്സ് യൂസ് ചെയ്തിട്ടായിരിക്കും. ഈ കപ്പാസിറ്റൻസ് നമുക്ക് ബ്രിഡ്ജ് കപ്പാസിറ്റൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിക്ക് കപ്പാസിറ്റൻസ് മെഷർമെൻറ്റിന് ഉപയോഗിക്കുന്ന ബ്രിഡ്ജ് സർക്യൂട്ട് ഏതാണോ അതിൻ്റെ ബേസിലാണ് ഇത് വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇതിൻ്റെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആണെങ്കിൽ നമുക്കറിയാം, ട്രാൻസ്ഡ്യൂസറിൻ്റെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എക്സ് സി ഈസ് ഗിവൺ ബൈ 1/2πfc. അറിയാവുന്ന കാര്യമാണ്, എക്സ് ഈക്വൽ ടു 1/2πfc. So in general, the output impedance of a capacitive transducer is very high. General output impedance of the capacitive transducer is
very high, and these facts call for the careful design of the output circuitry. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പർ കെയർഫുൾ ഡിസൈൻ ചെയ്യണം നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് സർക്യൂട്ടറി. ഓക്കെ, ആൻഡ് ദ കപ്പാസിറ്റി ട്രാൻസ്ഡ്യൂസർ ആർ കോമൺലി യൂസ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഇപ്പോൾ ജനറലി ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർമെൻറ്റിനാണ് യൂസ് ചെയ്യുന്നത്. അത് തന്നെ ഈ രണ്ട് പോസിബിലിറ്റീസ് ആണ് അധികം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. ജനറൽ എന്നേ പറഞ്ഞുള്ളൂ. ഇപ്പോൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ചേഞ്ച് ഇൻ ഓവർലാപ്പിംഗ് ഏരിയയും ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സും ആണ്. എന്ന് വെച്ചിട്ട് ഇത് രണ്ടും മാത്രമേ ഉള്ളൂ എന്നല്ല, പക്ഷേ മെയിൻലി ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റിന് ഉപയോഗിക്കുമ്പോൾ ചേഞ്ച് ഇൻ ഓവർലാപ്പിംഗ് ഏരിയ ആൻഡ് ചേഞ്ച് ഇൻ distance between the plates is of very much importance, so very much focus is given to those two cases. Okay, so now the first case, that is change of capacitance with the change in the area of the plates, or transducer using change in area of the plates. Change in area എന്ന് പറഞ്ഞാൽ change in area അല്ല, change in overlapping area ആണ് ഉദ്ദേശിക്കുന്നത്. So change in overlapping area ബേസിൽ വർക്ക് ചെയ്യുന്ന കേസുകളാണ് നമ്മളിവിടെ പറയുന്നത്. ഇപ്പോൾ ഇക്വേഷനിൽ എ എപ്സിലോൺ ബൈ ഡിയിൽ നിന്ന് എ വാരി ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എന്നുള്ളതിൻ്റെ ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് ആണ്. അപ്പോൾ ഇതിന് രണ്ട് അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആദ്യത്തെ അറേഞ്ച്മെൻറ്റിൽ എന്താ പറയുക, രണ്ട് ട്യൂബുകളാണ്, സിലിണ്ടറിക്കൽ ട്യൂബ്സ് ആണ്. അപ്പോൾ അതിൽ തന്നെ ഒരു ട്യൂബ് ഫിക്സഡ് ആണ്. സോ ഇത് ലെഫ്റ്റ് എൻഡിലുള്ളത് ഫിക്സഡ് മെറ്റൽ ബ്ലോക്ക് എന്നുള്ള രീതിയിൽ പറയാം. അത് ഹോളോ ആണ്. അതിൻ്റെ ഉള്ളിലേക്കും പുറത്തോട്ടും പോകത്തക്ക രീതിയിൽ ഒരു മൂവിങ് ട്യൂബ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, സോ ഈ വെൽതിൻ്റെ പുറമേ നിൽക്കുന്നതിൻ്റെ ഡയമീറ്റർ D2, ഇന്നർ ഡയമീറ്റർ D2, ഉള്ളിലത്തെ ഔട്ടർ ഡയമീറ്റർ D1. ആ രീതിയിലാണ് ഇന്നർ ഡയമീറ്റർ, പുറത്തത്തെ ഫിക്സഡിൻ്റെ ഇന്നർ ഡയമീറ്റർ D2, ഉള്ളിലത്തെ ഔട്ടർ ഡയമീറ്റർ D1 എന്നുള്ള രീതിയിലാണ്. നമുക്ക് പിന്നീട് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് ആവശ്യം വരും, അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി ഇവിടെ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് അനുസരിച്ച് ഇത് ഈ ട്യൂബ് ഓൺ ദ റൈറ്റ് വിച്ച് വിൽ ബി ഐദർ മൂവിങ് ഇൻ ഓർ മൂവിങ് ഔട്ട് ഓഫ് ദി ഫിക്സഡ് ട്യൂബ്, ഫിക്സഡ് മെറ്റൽ ബ്ലോക്ക്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് സംഭവിക്കും, ഓവർലാപ്പിംഗ് ഏരിയ ആണ് അവിടെ മാറാൻ പോകുന്നത്. ഓക്കെ, ഓവർലാപ്പിംഗ് ഏരിയ മാറും. ഈ ഓവർലാപ്പിംഗ് ഏരിയ മാറുക എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് എന്ത് മാറും, കപ്പാസിറ്റൻസ് മാറും. ബിക്കോസ് വി നോ ദാറ്റ് C ഈക്വൽ ടു A എപ്സിലോൺ ബൈ D, ഓർ കപ്പാസിറ്റൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഓവർലാപ്പിംഗ് ഏരിയ അല്ലേ. സോ ഇപ്പോൾ ഇത് ലെഫ്റ്റിലോട്ടാണ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ദാറ്റ് ഈസ് ടു ദ ഇൻസൈഡ് ഓഫ് ദിസ് മെറ്റൽ ബ്ലോക്ക് എന്ത് വരും, ഓവർലാപ്പിംഗ് ഏരിയ കൂടി കൂടി വരും. സോ ലെഫ്റ്റിലോട്ട് മൂവ്മെൻറ്റ് വരുമ്പോൾ കപ്പാസിറ്റൻസ് വിൽ increase, അതാണ് അവിടെ സംഭവിക്കുന്നത്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് മൂവിങ് ഔട്ട് ഓഫ് ദ ട്യൂബ്, ദാറ്റ് ഈസ് കോണ്ടാക്ട് ഏരിയ ഓർ ഓവർലാപ്പിംഗ് ഏരിയ ഇസ് ഡിക്രീസിങ്, ദെൻ ദ കപ്പാസിറ്റൻസ് ഈസ് ഡിക്രീസിങ്. അപ്പോൾ അതിനനുസരിച്ച് പ്രോപ്പറായിട്ട് സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കാലിബ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർമെൻ്റ് ആയിട്ട് സുഖമായിട്ട് മാറ്റാം. അതേപോലെ ഇപ്പോൾ ഇതാണ് സിലിണ്ടറിക്കൽ കേസ് പറയുന്നത്. ഇനി ഇത് റെക്ടാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ ടൈപ്പ് അറേഞ്ച്മെൻ്റ് ആണ് കാണിച്ചിട്ടുള്ളത്. രണ്ട് പ്ലേറ്റുകളാണ് വരുന്നത്. ഇൻ ദിസ് കേസ് ഓൾസോ ദ ബോട്ടം പ്ലേറ്റ് ഈസ് ഫിക്സഡ് പ്ലേറ്റ്. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് W ആണ്, ലെങ്ത്ത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, L എടുക്കാം. അപ്പോൾ നമുക്ക് തൽക്കാലം ഓവർലാപ്പിംഗ് ഏരിയയിലെ ഇമ്പോർട്ടൻസ് വരും. അപ്പോൾ മേലത്തെ പ്ലേറ്റ് നോർമൽ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റിയിൽ ഫിക്സഡ് ആയിട്ട് ഇതിൻ്റെ മേലെയായിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഒരു ഫിക്സഡ് കപ്പാസിറ്റി ആണെങ്കിൽ. പക്ഷേ ഇവിടെ നമുക്ക് മെഷർമെൻ്റ് ആണ് വേണ്ടത്, വേരിയബിൾ അറേഞ്ച്മെൻ്റ് ആണ്. സോ ദ ടോപ്പ് പ്ലേറ്റ് വിച്ച് ഈസ് ദ മൂവിങ് പ്ലേറ്റ് ഈസ് ഐദർ മൂവ്ഡ് ടു ദ റൈറ്റ് ഓർ ടു ദ ലെഫ്റ്റ് ബേസ്ഡ് ഓൺ ദ മെഷർമെൻറ്റ്. നമ്മൾ എന്ത് മെഷർമെൻ്റ് ആണ് എടുക്കണം അതിനനുസരിച്ച് റൈറ്റോ ലെഫ്റ്റോ മൂവ് ചെയ്യാൻ പറ്റും. സോ റൈറ്റിലോട്ട് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ എവേ ആണ്, അതായത് ഓവർലാപ്പിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോർഷനാണ് ഇപ്പോഴത്തെ ഈ ഒരു അറേഞ്ച്മെന്റിൽ ഓവർലാപ്പിംഗ് ഏരിയ എന്ന് നമുക്ക് പറയാം. ദാറ്റ് ഈസ് ഇൻ ദിസ് കേസ് ഇറ്റ് ഈസ് W*X അല്ലേ. കാരണം ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന ലെങ്ത് പറഞ്ഞാൽ X ആണ്, വിഡ്ത്ത് എന്തായാലും W ആണ്. അപ്പോൾ നമ്മൾ ലെങ്ത് വൈസേ മാറ്റുന്നുള്ളൂ, വിഡ്ത്ത് വൈസ് അല്ല, ഒരു ഡയറക്ഷനിൽ ടു ദ ലെഫ്റ്റ് ഓർ റൈറ്റേ ഉള്ളൂ, അല്ലാണ്ട് അപ്പ് ഓർ ഡൗൺ ഇല്ല. ഓക്കെ, സോ അതേപോലെ തന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പോൾ D ആണ് ഡിസ്റ്റൻസ് എങ്കിൽ അത് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് പോകുന്നത്, അവിടെ ഒരു മാറ്റം വരുത്തുന്നില്ല. ജസ്റ്റ് ഈ ലീനിയർ മൂവ്മെൻറ്റ് മാത്രം, ടു ദ റൈറ്റ് ഓർ ടു ദ ലെഫ്റ്റ്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പും ഡൗണും ഇല്ല, അതേപോലെ ഇതിനെ മൂവ് എടുത്ത് കൊണ്ടുപോകുന്നില്ല, ഡിസ്റ്റൻസും മാറ്റുന്നില്ല. അപ്പോൾ ഇതിൽ റൈറ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ എവേ ആവും, ഇപ്പോൾ കോണ്ടാക്ട് ഏരിയ കുറയും, അപ്പോൾ അതിനനുസരിച്ച് കപ്പാസിറ്റൻസ്. ഓക്കെ, ഇതിൽ ആരോയിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. റൈറ്റിലോട്ട് പോകുമ്പോൾ കപ്പാസിറ്റൻസ് എന്താണ് ചെയ്യുക, ഡിക്രീസ് ചെയ്യും. അത് താഴത്തെ ആരോ അത് കറക്റ്റാണ്, മേലത്തെ ആരോ നമുക്കവിടെ എന്ത് ചെയ്യാവുന്നതാണ്, കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് ശരിക്കും എന്ത് വരിക, മേലത്തെ ആരോ വരിക ഇൻക്രീസ് ചെയ്യും എങ്ങോട്ട് വരുമ്പോൾ, ലെഫ്റ്റിലോട്ട് വരുമ്പോൾ, കാരണം ഓവർലാപ്പ് ഏരിയ അവിടെ കൂടി വരികയാണ്. ഓക്കെ, സോ അതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മളുടെ ഇത് ഇൻക്രീസ് ചെയ്ത് വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ, ചേഞ്ച് ഓഫ് കപ്പാസിറ്റൻസ് വിത്ത് ചേഞ്ച് ഇൻ area of the place. So capacitance changes linearly with the change in area of the place, and mainly it is useful for measurement of moderate to very large displacement. Moderate തൊട്ടിട്ട് very large displacements വരെ നമുക്ക് ഇത് വെച്ച് മെഷർ ചെയ്യാം. and used for the measurement of linear and angular displacement. ലീനിയറും ആംഗുലാറും മെഷർ ചെയ്യാൻ ഉപയോഗിക്കാം. മെയിൻലി ലീനിയർ ആണ് ഉപയോഗിക്കുക, എന്നാലും ആംഗുലാർ മെഷർമെൻറ്റും
പോസിബിൾ ആണ്. അതിന് സെപ്പറേറ്റ് അറേഞ്ച്മെൻ്റ് ആണ്. ഇത് ലീനിയർ മെഷർമെൻറ്റിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ. സോ ഇതിലത്തെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എന്തായിട്ട് തന്നെ നമുക്ക് കിട്ടും, ലീനിയർ റിലേഷൻഷിപ്പ് കിട്ടും. ഡിസ്പ്ലേസ്മെന്റ് വേഴ്സസ് കപ്പാസിറ്റൻസ് ഒരുവിധം ലീനിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കിട്ടും. അത് നമുക്ക് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണെങ്കിൽ, ഇപ്പോൾ അവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ടാകുന്ന പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കേസാണ് പറയുന്നത്. കപ്പാസിറ്റൻസ് നമുക്കറിയാം A∈/D ആണ്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടാക്ട് ഏരിയ ആണ്. കോണ്ടാക്ട് ഏരിയ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വിഡ്ത്ത് ഫിക്സഡ് ആണെങ്കിലും എക്സ് എന്ന് പറയുന്ന ഓവർലാപ്പിംഗ് ലെങ്ത് ആണ് പറയുന്നത്. സോ അതിനനുസരിച്ച് അവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ X×W ആണ്. ഓക്കെ, ഒന്നുകൂടി വേണമെങ്കിൽ കാണിക്കാം. ഈ കേസിൽ എക്സ് ആണ് നമ്മളുടെ ഈ ലെങ്ത് എന്ന് പറയുന്നത്, അല്ലെ, ഓവർലാപ്പ് ചെയ്യുന്ന ലെങ്ത്. ഓക്കെ, വിഡ്ത്ത് ഫിക്സഡ് ആണ്. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W×X ആണ് വരിക. അപ്പോൾ അതാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ C = WX/D, where X is the length of overlapping part of plates, then W is the width of overlapping part of plates, and here the sensitivity നമുക്കറിയാം ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് ബൈ ചേഞ്ച് ഓഫ് ഇൻപുട്ട് ആണ്. ഔട്ട്പുട്ടിലുള്ള ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ടിലുള്ള ചേഞ്ച്. ഇവിടുത്തെ ഔട്ട്പുട്ടിലെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് ആണ് ചേഞ്ച് ആവുന്നത്. സോ ∂C/∂X, സ്മോൾ ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ് വിത്ത് സ്മോൾ ചേഞ്ച് ഇൻ ദിസ് ഓവർലാപ്പിംഗ് ലെങ്ത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്ത് എന്ത് പോകും, ഇതിൽ നിന്ന് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ എക്സ് പോകും ε/W/D എന്ന് കിട്ടും, അല്ലേ, ε/W/D. സോ ഇത് സെൻസിറ്റിവിറ്റി, ഇപ്പോൾ ഇതിൽ എപ്സിലോൺ കോൺസ്റ്റന്റ് ആണ്, W കോൺസ്റ്റന്റ് ആണ്, D എന്ന് പറയുന്നത് എന്താ പറയുക ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് ആണ്, അതും കോൺസ്റ്റന്റ്. അപ്പോൾ എല്ലാം കോൺസ്റ്റന്റ് ആണ്. സോ ദ സെൻസിറ്റിവിറ്റി ഈസ് കോൺസ്റ്റന്റ് ആൻഡ് therefore there is a linear relationship between the capacitance and the displacement. അപ്പോൾ പ്രീവിയസ് ഫിഗറിൽ കാണിച്ച പോലെ ലീനിയർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് കിട്ടും, കാരണം സെൻസിറ്റിവിറ്റി കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇപ്പോൾ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസിനാണെങ്കിൽ നമുക്ക് എന്താ S' എന്ന് പറഞ്ഞിട്ടാണ് ഉപയോഗിക്കുക. ∂C/C/∂X എന്നുള്ള രീതിയിലാണ് വരിക. അപ്പോൾ അതാകുമ്പോൾ 1/x ആണ് വരിക. ഓക്കെ, ഇപ്പോൾ ഇത് മെയിൻലി സൂട്ടബിൾ ആയിട്ടുള്ളത് മെഷർമെന്റ് ഓഫ് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് റേഞ്ചിങ് ഫ്രം 1 millimeter to 10 millimeter ആൻഡ് ആക്യുറസി എന്ന് പറഞ്ഞാൽ 0.005% വരെ കിട്ടും. 1 millimeter to 10 millimeter മെഷർമെന്റ് ഉപയോഗിക്കാം. ആക്യുറസി 0.005% വരെ ആക്യുറസി ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മളുടെ ഇത് കേസിലെ പാരലൽ പ്ലേറ്റിന്റെ കേസിൽ. ഇനിയിപ്പോൾ മറ്റേ രണ്ടാമത്തെ കേസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കപ്പാസിറ്റൻസ് is directly proportional to the area of the place and varies linearly with the change in displacement with the place. ഇപ്പോൾ cylindrical case ആണ് അവിടെ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ consist of two coaxial cylinders with the outer radius of the inner cylinder is D1. ഞാൻ already കാണിച്ചതായിരുന്നു. And the inner radius of the outer cylinder as D2 and the length എന്ന് പറയുന്നത് L ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ capacitance is computed as C = 2πε0εr L divided by ln d2/d1. ഇതാണ് ഇതിന്റെ എന്ത് വരിക, കപ്പാസിറ്റൻസ് വരിക 2πε L / ln d2/d1. ഓക്കെ, അപ്പം അതിലെ എക്സ് ഈ രീതിക്കാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇതിലൊരു ഇതും കൂടി, അതായത് ഇവിടുത്തെ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെങ്ത്, അതാണ് ആ മൂവ്മെന്റ് എന്ന് ഉദ്ദേശിച്ചാൽ. ചിലതിൽ എക്സ് എന്നായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. എന്തായാലും ഓക്കെ, നമ്മളുടെ ഡിസ്പ്ലേസ്മെന്റ് അനുസരിച്ച് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഇതിന്റെ സെൻസിറ്റിവിറ്റി വേണമെങ്കിൽ പറയാം. അപ്പോൾ രീതിക്ക് ഇവിടെ ∂X എന്നുള്ള രീതിക്കാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ രീതിക്കാണെങ്കിൽ നമുക്ക് ശരിക്കും ഇവിടെ L എന്ന് ഉപയോഗിക്കേണ്ട, എക്സ് തന്നെ ഉപയോഗിച്ചാൽ മതി. ഈ ഇക്വേഷനിൽ L ന് പകരം എക്സ് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, 2πε ln d2/d1 എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ടും ഇവിടെയും ഇതെല്ലാം കോൺസ്റ്റന്റ് തന്നെയാണ്. therefore the sensitivity is constant and the relationship between the ഡിസ്പ്ലേസ്മെന്റും ഇതും നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുള്ള അതേ റിലേഷൻഷിപ്പ് തന്നെയാണ് കിട്ടുക. ഓക്കെ, സോ അടുത്തത് ഇനി നമുക്ക് ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ് വിത്ത് ചേഞ്ച് ഇൻ ഏരിയ ഓഫ് ദ പ്ലേറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ, എന്താ നേരത്തെ കാണിച്ചതെല്ലാം ഏത് മെഷർമെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലീനിയർ മെഷർമെന്റ് ആണ്. ബട്ട് ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ് ഫോർ ആംഗുലാർ മെഷർമെന്റ്. ആംഗുലാർ മെഷർമെന്റ് വരുമ്പോൾ ഒരു ഫിക്സഡ് പ്ലേറ്റും ഉണ്ടായിരിക്കും, ഒരു മൂവബിൾ പ്ലേറ്റും ഉണ്ടായിരിക്കും. ആൻഡ് എന്താ പറയുക, the angular displacement changes the effective area between the plates, thus the change of capacity. അപ്പോൾ അവിടെയും സംഭവിക്കുന്നത് എഫക്റ്റീവ് ഏരിയ തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഒരു അറേഞ്ച്മെന്റ്. നോക്കാം, നമുക്കൊരു ഫിക്സഡ് പ്ലേറ്റ്, ഇതാണ് ഫിക്സഡ് പ്ലേറ്റ് ആയിട്ട് നിൽക്കുന്നത്. താഴത്തെ ഇതാണ് നമ്മുടെ മൂവബിൾ പ്ലേറ്റ്. ഇത് ഈ ഒരു ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഈ മൂവ് ചെയ്യുന്നത് നമുക്കിവിടെ കാണാം,
ഇത് ഫുള്ളി താഴത്തേക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരു സർക്കിൾ ഫോം ചെയ്യുന്ന രീതിയിൽ നിൽക്കുകയാണെങ്കിൽ അതാണ് സീറോ ഡിഫ്ലക്ഷൻ, സീറോ ആംഗിൾ. പിന്നെ ഇത് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ തീറ്റ എന്ന രീതിയിൽ. അപ്പോൾ നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ അറിയാം മാക്സിമം ഇത് എത്രയാണ് പോവുക എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഗസ് ചെയ്യാൻ പറ്റും. എന്താ കപ്പാസിറ്റൻസ് ഈസ് മാക്സിമം ആൻഡ് ദ ടു പ്ലേറ്റ്സ് ആർ കംപ്ലീറ്റ്ലി ഓവർലാപ്ഡ് അല്ലേ. ഇതിങ്ങനെ കവർ ചെയ്ത് മൊത്തം എത്തി ഇവിടെ ഇതിനെ ഓവർലാപ്പ് ചെയ്ത് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു ഹാഫ് ആണ് കിട്ടുക അല്ലേ. ദാറ്റ് മീൻസ് 180 ഡിഗ്രി, 180 ഡിഗ്രിയാണ് നമുക്ക് മാക്സിമം കിട്ടുക. മാക്സിമം കപ്പാസിറ്റൻസിന് കറസ്പോണ്ടിങ് കിട്ടുക 180 degree. So the capacitance is maximum when the two plates completely overlap each other, and the maximum value of the capacitance is given by what? Cmax equal to epsilon A by D. എപ്സിലോൺ A by D ആണ്. അപ്പോൾ നമുക്കിവിടെ മാക്സിമം ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, ഓവർലാപ്പ് ചെയ്യുന്നത് പകുതി, ഒരു സർക്കിളിൻ്റെ പകുതി വരുന്നുള്ളൂ. അപ്പോൾ പൈ r ആണ് റേഡിയസ് എങ്കിൽ പൈ r സ്ക്വയർ ബൈ 2, പൈ r സ്ക്വയർ മൊത്തം ബൈ 2 വരും. ആൻഡ് ദ കപ്പാസിറ്റൻസ് അറ്റ് ആൻ ആംഗിൾ തീറ്റ ഈസ് ഗിവൺ ബൈ, ഒരു അറ്റ് ആൻ ആംഗിൾ തീറ്റ നമുക്ക് കിട്ടുക എപ്സിലോൺ ഇൻറ്റു പൈക്ക് പകരം തീറ്റ r സ്ക്വയർ ബൈ 2d എന്ന് കിട്ടും. ഓക്കെ, വേർ തീറ്റ ഈസ് ദ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ റേഡിയൻ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടുന്ന് മെഷർ ചെയ്യാം. സോ ദെർഫോർ ദ വേരിയേഷൻ ഇൻ ദ കപ്പാസിറ്റൻസ് വിത്ത് ദ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് അഗെയിൻ ലീനിയർ എന്ന് തന്നെ നമുക്ക് ഇവിടെയും പറയാം. And it should be understood that the above mentioned capacitor transducer can be used for the maximum displacement of what? 180 degree. 180 degree ആണ് ഇതിൽ നിന്ന് കിട്ടുള്ളൂ എന്നുള്ളതും നമ്മളവിടെ മനസ്സിലാക്കി വെക്കണം. കാരണം ഇവിടുത്തെ ഇനി ഓക്കെ, ഇത് ഈ രീതിയിൽ നമുക്ക് പറയാം ഡോ സി ബൈ ഡോ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ ഇവിടെ ക്യാൻസൽ ആയി പോകും, എപ്സിലോൺ r സ്ക്വയർ ബൈ 2d. അതായത് എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ലീനിയർ റിലേഷൻഷിപ്പ് നമുക്ക് കിട്ടും എന്നുള്ളത് പറഞ്ഞത്. ഓക്കെ, സോ ഇതാണ് ഏത് മെഷർമെൻറ്റ്, ആംഗുലർ മെഷർമെൻറ്റ്. സോ ഇതാണ് ഇതിൻ്റെ എന്താ പറയുക ഗ്രാഫ് റിലേഷൻ വരിക, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റും കപ്പാസിറ്റൻസും. ഓക്കെ, ഇത്രയും നമ്മൾ പറഞ്ഞത് ചേഞ്ച് ഓഫ് കപ്പാസിറ്റൻസ് വിത്ത് ചേഞ്ച് ഇൻ ഏരിയ ആണ് പറഞ്ഞത്. ചേഞ്ച് ഇൻ ഏരിയയിൽ ആദ്യം പറഞ്ഞത് ലീനിയർ ലീനിയർ ട്രാൻസ്ലേഷണൽ മെഷർമെൻ്റ് ആണ്. അതിൽ തന്നെ പ്ലേറ്റും പറഞ്ഞു, സിലിണ്ടറും പറഞ്ഞു. പിന്നെ ഉള്ളതാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റ്. ഓക്കെ, ഏതിനാ ആംഗുലർ മെഷർമെൻറ്റിന്. Now moving on, change of capacitance with the change of distance between the plates. Distance ആണ് ഇവിടെ മാറുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ആണ് മാറുന്നതെങ്കിൽ ഓവർലാപ്പിംഗ് ഏരിയ ഫിക്സഡ് ആണെന്നുള്ള അർത്ഥം. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ മേലെ അതേപോലെ അടുത്തത് വെച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, രണ്ട് സെയിം എന്താ പറയുക മൊബൈൽ ഫോൺസ് വേണമെങ്കിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരേ ഇതിൻ്റെ ഒരേ സംഭവം ഒരേ ബ്രാൻഡ് എടുത്തിട്ട് ഒരെണ്ണത്തിൻ്റെ മേലെ ഒരെണ്ണം വെച്ച് കഴിഞ്ഞിരിക്കുന്നത് നോർമൽ അതിൻ്റെ പൊസിഷൻ. പിന്നെ അതിനെ ജസ്റ്റ് സ്ലൈഡ് ചെയ്യരുത്, ഒരെണ്ണത്തിൻ്റെ മുകളിൽ വരും, അടിയിലത്തെ അവിടെ ഫിക്സഡ് ആയിട്ട് വയ്ക്കാം, മേലത്തെ പതുക്കെ എടുത്ത് പൊക്കി മേലേക്ക് കൊണ്ടുപോകുക. അതാണ് ഉദ്ദേശിക്കുന്നത്, ഡിസ്റ്റൻസ് മാറ്റുക എന്നുള്ളതുകൊണ്ട്. പാരലൽ പ്ലേറ്റിൻ്റെ രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഇത് അങ്ങനത്തെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ കാണുന്നത്. ദിസ് ഈസ് ദ ഫിക്സഡ് പ്ലേറ്റ് ആൻഡ് ഹിയർ യു ഹാവ് ദ മൂവിങ് പ്ലേറ്റ്. ഓക്കെ, സോ ഈ ഒരു ഡിസ്റ്റൻസ് ഡി ആണ് മാറ്റാൻ പോകുന്നത്. ഇവർ ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്ന അതേപോലെ തന്നെ നിൽക്കും, നേരെ മേലായിട്ട് തന്നെ നിൽക്കുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത്, മേലേക്കും താഴേക്കും നടക്കുക. ജസ്റ്റ് ഇതിനും സെപ്പറേറ്റ് ചെയ്യുക, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. സോ സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി കൂട്ടുക. നമുക്കറിയാം സി ഈക്വൽ ടു എപ്സിലോൺ ബൈ ഡി ആണ്. ഇപ്പോൾ എ ഈസ് മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ്, ഡി ഈസ് ചേഞ്ച്. സോ ഡി കൂടുമ്പോൾ കപ്പാസിറ്റൻസ് കൂടും. സോ അതാണ് സോറി, ഡി എനിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഡി കൂടുമ്പോൾ കപ്പാസിറ്റൻസ് കുറയും. സോ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ടു ദ റൈറ്റ് ഡിക്രീസസ്, എന്ത് കപ്പാസിറ്റൻസ് ഡിക്രീസസ്. ടു ദ ലെഫ്റ്റ് ഇൻക്രീസസ്, കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. കാരണം എത്ര അടുത്ത് വരുന്നോ അത്രയും കപ്പാസിറ്റൻസ് കൂടും. അപ്പോൾ നമുക്കത് ആ രീതിക്കാണ് ഇതിൻ്റെ കാലിബ്രേഷൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത്രയാണ് ഇതിൽ മെയിനായിട്ട് വരുന്നുള്ളൂ. അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. സോ in the typical capacitor the distance between the two plates is fixed, but in variable capacitance transducer the distance between the two plates is variable. ഈ ഒരു കേസിൽ രണ്ട് പ്ലേറ്റിൻ്റെയും ഡിസ്റ്റൻസ് വാരി ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻവേഴ്സ് റിലേഷൻ ആയതുകൊണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ കർവ് വരിക, റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ് നമുക്ക് വരിക, ബിക്കോസ് സി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡി. ഓക്കെ, സോ ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഫുൾ ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് എക്സ്ട്രീംലി സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ്. വളരെ ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കാം. ആൻഡ് സെൻസിറ്റിവിറ്റി ഇൻ ദിസ് കേസ് വിൽ ബി, നമുക്കറിയാം സി ഈക്വൽ ടു എപ്സിലോൺ ബൈ ഡി ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുത്ത് കഴിഞ്ഞാൽ 1/x മൈനസ് 1/x സ്ക്വയർ കിട്ടും. സോ ഇറ്റ് ഈസ് മൈനസ് എപ്സിലോൺ എ ബൈ എക്സ് സ്ക്വയർ. ആൻഡ് ദ വേരിയേഷൻ ഓഫ് ദ കപ്പാസിറ്റൻസ് C with variation of distance between the plates is hyperbolic and is only approximately linear over a very small range of displacement. Mainly hyperbolic ആണ്, ചെറിയ റേഞ്ചിൽ മാത്രമാണ് എന്ത് വരുന്നുള്ളൂ, നമുക്കത് ഒരു ലീനിയർ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, so the linearity can be closely approximated by the use of a piece of dielectric material like mica having high dielectric constant. So high dielectric constant ഒരു മൈക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഓൾമോസ്റ്റ് അതിനെ ലീനിയർ ആക്കി മാറ്റാം എന്നാണ് പറയുന്നത്. ആൻഡ് തിൻ പീസ് ഓഫ്
mica thinner than the minimum gap distance is inserted between the plates. So minimum gap distance thinner ആയിട്ടുള്ള ഒരു mica plate വേണം അവിടെ insert ചെയ്യാൻ. And theoretically the sensitivity of the transducer can be increased to any desirable value by making the distance between the plates extremely small. But practical limit is reached when the dielectric strength in the air gap exceeds the breakdown voltage. So നമുക്ക് തിയറിറ്റിക്കലി പറയുകയാണെങ്കിൽ എത്രയ്ക്ക് വേണമെങ്കിലും കുറയ്ക്കാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ പ്രാക്ടിക്കലി അവിടെ ബ്രേക്ക് ഡൗൺ സ്ട്രെങ്ത്തും കൂടി നോക്കിയിട്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ളതാണ് മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, സോ ദെൻ അഗെയിൻ ചേഞ്ച് ഓഫ് കപ്പാസിറ്റൻസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ്. ഇത് വേറൊരു അറേഞ്ച്മെന്റ് ആണ്. കപ്പാസിറ്റി ട്രാൻസ്ഡ്യൂസർ യൂസിങ് കാന്റിലിവർ സ്പ്രിംഗ് പ്ലേറ്റ് അറേഞ്ച്മെന്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഒരു പ്ലേറ്റ് ഇവിടെ ഉണ്ട്, പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ഡയലക്ട്രിക് ഉണ്ട്, പിന്നെ ഇവിടെ കാന്റിലിവർ സ്പ്രിംഗ് പ്ലേറ്റ് ഉണ്ട്. അപ്പം ഇതിനെ മൂവ് ചെയ്യിക്കാൻ പറ്റുന്നതാണ്. സോ the displacement when applied to the cantilever type spring plate moves it towards the second plate, decreasing the distance. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ട് ടു ദ റൈറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താ ഇങ്ങോട്ട് അടുത്തേക്ക് വരും. സോ അവർ തമ്മിലുള്ള എന്ത് കുറയും, ഡിസ്റ്റൻസ് കുറഞ്ഞു വരും. ആൻഡ് ദിസ് ഇൻക്രീസസ് ദ കപ്പാസിറ്റൻസ് ഓഫ് ദ കപ്പാസിറ്റർ. ആൻഡ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ കപ്പാസിറ്റൻസ് ഓഫ് ദി എയർ ഡയലക്ട്രിക് കപ്പാസിറ്റർ ഡസ് നോട്ട് വാരി ലീനിയർലി വിത്ത് ദ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലേസ്. ആൻഡ് ദെർഫോർ ദ അറേഞ്ച്മെന്റ് ഈസ് ഫണ്ടമെന്റലി നോൺ ലീനിയർ. അപ്പോൾ ഇതൊരു നോൺ ലീനിയർ അറേഞ്ച്മെന്റ് ആയിരിക്കും റിലേഷൻസ് വരിക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. പിന്നെ അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്താക്കാം, ലീനിയർ ആക്കാം by keeping the change in distance small or by having a medium of high dielectric constant in the space between the two plates. ഇതിൻ്റെ ഇടയിൽ ഒരു ഹൈ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് മെറ്റീരിയൽ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സ്ട്രോങ് ആക്കാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ വേറൊരു അറേഞ്ച്മെന്റ് ഇവിടെ കാണിച്ചിട്ടുള്ളത് കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ യൂസിങ് ക്വാർട്സ് ഡയഫ്രംസ് ആണ്. ഇത് കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ യൂസിങ് കാന്റിലിവർ സ്പ്രിംഗ് പ്ലേറ്റ് ആണ്. ഇത് ക്വാർട്സ് ഡയഫ്രംസ് ആണ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം സിൽവർ ക്വാർട്സ് ഡയഫ്രംസ് ഉണ്ട്. ഇപ്പോൾ ഈ ഡിസ്പ്ലേസ്മെന്റ് അനുസരിച്ച് ഈ സാധനം അങ്ങോട്ട് ടു ദ റൈറ്റ് മൂവ് ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ച് അവിടെ അത് മാറുന്നതാണ്. സോ ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദീസ് ഡയഫ്രംസ് വാരീസ് ദ കപ്പാസിറ്റൻസ് ഓഫ് ദി കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസർ ഫോംസ് a pressure gauge which works very satisfactorily. And if the pressure is reduced to perfect vacuum between the two diaphragms, then the transducer measures the absolute pressure of the surrounding medium. അപ്പോൾ നമുക്ക് absolute pressure measure ചെയ്യാൻ ഉപയോഗിക്കാം. And quartz is used because it has very low mechanical hysteresis. Hysteresis കുറവായതുകൊണ്ടാണ് ക്വാർട്സ് മെറ്റീരിയൽ അവിടെ ഉപയോഗിക്കാൻ ഉള്ള കാരണം. ആൻഡ് the disadvantage of this type of transducer is that it has high temperature coefficient and this must be taken into consideration when making precision type measurement. അപ്പോൾ അത് മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ അതും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം വരുന്നുണ്ട്. ഇപ്പോൾ പ്രഷർ മെഷർമെന്റ് നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് അവസാനത്തിൽ ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഇത് രണ്ട് വേറെ പോസിബിലിറ്റീസ് പറഞ്ഞേ ഉള്ളൂ. ഒന്ന് കപ്പാസിറ്റി ട്രാൻസ്ഡ്യൂസർ യൂസിങ് കാന്റിലിവർ അറേഞ്ച്മെന്റും പിന്നെ കപ്പാസിറ്റി യൂസിങ് ക്വാർട്സ് ഡയഫ്രംസ്. ഓക്കെ, ഇത് കപ്പാസിറ്റി ട്രാൻസ്ഡ്യൂസർ യൂസ്ഡ് ഫോർ മെഷർമെന്റ് ഓഫ് റൊട്ടേഷണൽ ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പോൾ റൊട്ടേഷണൽ ഡിസ്പ്ലേസ്മെന്റിനുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഉള്ളിൽ ഒരു റോട്ടറും ഉണ്ട്, പുറമെ ഒരു സ്റ്റേറ്റർ അറേഞ്ച്മെന്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഊഹിക്കാവുന്നതാണുള്ളൂ. എന്താ, rotational displacement can be measured with an arrangement like this. As the rotor plates on the rotor rotates, as the rotor plates of the capacitor displaced or rotated in the counterclockwise direction. ഇപ്പോൾ എന്തായാലും ഒരു ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, the capacitance increases. The change in the capacitance is a measure of the angular displacement, and this case capacitive transducer can be effectively used for the measurement of torque. ടോർക്കിൻ്റെ മെഷർമെൻറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിലും സംഭവം അത്ര തന്നെയാണുള്ളൂ. മൂവ് ചെയ്യുമ്പോൾ കപ്പാസിറ്റൻസ് ചേഞ്ച് ചെയ്യും. അത് തന്നെയാണ് ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനിയുള്ളത് നമുക്കൊരു ഡിഫറൻഷ്യൽ അറേഞ്ച്മെൻ്റ് ആണ്. ഈ ഡിഫറൻഷ്യൽ അറേഞ്ച്മെൻറ്റിൻ്റെ ബേസിലാണ് ഇതിൽ വരുന്ന പ്രഷർ മെഷർമെൻറ്റ് നമ്മൾ ശരിക്കും പറയുന്നത്. അപ്പോൾ ഡിഫറൻഷ്യൽ അറേഞ്ച്മെൻറ്റ് എന്താണെന്നുള്ളത്, അപ്പോൾ ഇൻഡക്റ്റൻസിൻ്റെ കേസിൽ നമ്മൾ ഡിഫറൻഷ്യൽ അറേഞ്ച്മെൻറ്റ് പറഞ്ഞു തന്നു. രണ്ട് ഇത് വരും എന്നുള്ളത് തന്നെ ഉദ്ദേശിക്കുള്ളൂ. ഒരു എന്താ പറയുക, അവിടെ പ്ലസ് ഇൻക്രീസ് ഇൻ ഇൻഡക്റ്റൻസും ഡിക്രീസ് ഇൻ ഇൻഡക്റ്റൻസും അതിൻ്റെ ബേസിൽ 2Δ കിട്ടും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മളിവിടെ ഡിഫറൻഷ്യൽ അറേഞ്ച്മെൻറ്റ് മെയിനായിട്ട് കൊണ്ടുവരാൻ കാരണം നോൺ ലീനിയർ റിലേഷൻഷിപ്പിനെ ലീനിയർ ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ a linear relationship can be achieved by using differential arrangement for capacitive displacement transducer. ഇപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് 3 പ്ലേറ്റുകളാണ് ഉണ്ടാവുക. ഓക്കെ, സോ P1 ആൻഡ് P2 ഇതിൽ നോക്കാം. നമുക്ക് ഡയഗ്രത്തിൽ നോക്കി കഴിഞ്ഞാൽ മേലെ ഒരു പ്ലേറ്റ് ഉണ്ട്, തിക്ക് ഡാർക്ക് ആയിട്ട് കാണുന്നത്. താഴെ ഒരു പ്ലേറ്റ് ഉണ്ട്, വേറെ ഡാർക്ക് ആയിട്ടുള്ള. ഇത് രണ്ടും ഫിക്സഡ് ആണ്. P1 ആൻഡ് P2 ആർ ഫിക്സഡ് ആൻഡ് ഇൻ ബിറ്റ്വീൻ യു ഹാവ് എ മൂവബിൾ പ്ലേറ്റ് M. ഫിക്സഡിനെ P1 ആൻഡ് P2 എന്ന് കാണിച്ചിരിക്കുന്നു, മൂവബിളിനെ M എന്നുള്ള രീതിയിൽ കാണിച്ചിരിക്കുന്നു. ഓക്കെ,
സോ എം ഈസ് എ മൂവബിൾ പ്ലേറ്റ് ടു വിച്ച് ദ ഡിസ്പ്ലേസ്മെന്റ് ഈസ് അപ്ലൈ. അപ്പോൾ അതിനനുസരിച്ച് ഇതിലാണ് ഡിസ്പ്ലേസ്മെന്റ് വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണിച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ബേസിക് നൾ പൊസിഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ ബാലൻസ്ഡ് പൊസിഷൻ. മേലും താഴ്ന്നും ഡി ഡിസ്റ്റൻസിൽ. ഇപ്പോൾ ഈ ഇതിലാണ് മാറ്റം വരുന്നത്. ഓക്കെ, ഇപ്പോൾ എക്സ് മേലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം മേലത്തെ ഡി എക്സ് കുറഞ്ഞു എന്നും താഴത്തെ ഡി എക്സ് കൂടി എന്നാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് മേലേക്ക് എക്സ് ഡിസ്പ്ലേസ്മെന്റ് വന്നു കഴിഞ്ഞാൽ എന്താവും, ഡി മൈനസ് എക്സ് ആവും, താഴത്തെ എന്താവും, ഡി പ്ലസ് എക്സ് ആവും. അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഈ ഒരു നോർമൽ അറേഞ്ച്മെന്റിൽ ഇതിന്റെ കപ്പാസിറ്റൻസുകളാണ് C1, താഴത്തെ C2, E1, E2. അതപ്പോൾ അപ്പോഴത്തെ കേസിലാണെങ്കിൽ അത് ഈക്വൽ ആയിട്ടാവും നിൽക്കുക, കാരണം ഇതിന് അക്രോസ് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ആണ് ഈ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ അത് ഈക്വൽ ആയിരിക്കുമല്ലോ. അതാണ് മെയിൻ ആയിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ കപ്പാസിറ്റൻസ് തന്നെയാണ് മാറുന്നത്. സോ ദാസ് വി ഹാവ് ടു കപ്പാസിറ്റേഴ്സ് ഹൂസ് ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് ഈസ് ടേക്കൺ. ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് ആണ് ഇവിടെ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. E1 മൈനസ് E2 എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ എടുക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, so let the capacitance of these capacitors be C1 and C2 respectively when the plate M is midway between the two fixed. അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള പോലെ മിഡ്വേയിൽ നിൽക്കുകയാണെങ്കിൽ ഡി ഡിസ്റ്റൻസിൽ നിൽക്കുകയാണെങ്കിലുള്ള കപ്പാസിറ്റൻസുകളാണ് C1 and C2. C1 and C2 അപ്പോൾ ഈക്വൽ ആവും. C1 C2 ഈക്വൽ എന്ത് വരും, A എപ്സിലോൺ ബൈ ഡി എന്ന് വരും. എ എന്ന് പറഞ്ഞാൽ ഓവർലാപ്പിംഗ് ഏരിയ, ഡി എന്ന് പറഞ്ഞാൽ ആ മിഡ് പോയിന്റിൽ നിൽക്കുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, സോ C1 and C2 respectively എന്ന് പറയുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ഇതുകൂടി വായിക്കണം. when the plate M is midway between the fixed plates, that is C1 equal to C2 എന്ന് നമുക്ക് പറയാൻ പറ്റും. Okay, and AC voltage is applied across the plates P1 and P2 and the difference of the voltages across the two capacitors is measured, that is E1 E2 ആണ് അവിടെ മെഷർ ചെയ്യുന്നത്. and when the plates M is midway between the fixed plates C1 equal to C2, therefore E1 equal to E2 equal to E/2. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ്, കാരണം മിഡ്വേയിൽ നിൽക്കുമ്പോൾ കപ്പാസിറ്റൻസ് ഈക്വൽ ആണ്. സോ അതുകൊണ്ട് തന്നെ വോൾട്ടേജും ഈക്വൽ ആണ്. E1ഉം E2ഉം ഈക്വൽ ടു എന്ത് വരും, E/2 എന്നുള്ള രീതിയിലാണ് വരിക. ഓക്കെ, സോ ഇനി നമുക്ക് ഇവിടെ വോൾട്ടേജ് അക്രോസ് C1 നോക്കാം, അതേപോലെ വോൾട്ടേജ് അക്രോസ് C2 നോക്കാം. വോൾട്ടേജ് അക്രോസ് C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇത് കപ്പാസിറ്റൻസ് ആണ്. കപ്പാസിറ്റൻസ് എടുക്കുമ്പോൾ നമ്മൾ റെസിസ്റ്റൻസിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരും. റെസിസ്റ്റൻസിലാകുമ്പോൾ നമ്മൾ മൾട്ടിപ്ലൈഡ് ബൈ സെയിം റെസിസ്റ്റൻസ് ആണല്ലോ പറഞ്ഞത്. ഇവിടെ എന്താ പറയുക, ഓപ്പോസിറ്റ് കപ്പാസിറ്റൻസ് വരും. സോ E1 എന്ന് പറഞ്ഞ വോൾട്ടേജ് അക്രോസ് C1 എടുക്കുമ്പോൾ ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു C2 ബൈ C1 പ്ലസ് C2 വരും. അതേപോലെ വോൾട്ടേജ് അക്രോസ് C2 എന്ന് പറയുന്നത് ഇൻറ്റു C1 ബൈ C1 പ്ലസ് C2 എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, ഇത് ആ മിഡ്വേയിലാകുമ്പോൾ രണ്ടും E/2 ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. സോ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഇതാണ്. അതായത് C1 അക്രോസ് ഉള്ള വോൾട്ടേജ് E1 ഈസ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് E ഇൻറ്റു ഓപ്പോസിറ്റ് കപ്പാസിറ്റൻസ് C2 ഡിവൈഡ് ബൈ C1 പ്ലസ് C2. സോ E1 ഈസ് ഈക്വൽ ടു E ഇൻറ്റു C2 ബൈ C1 പ്ലസ് C2. മറ്റേത് C1 ബൈ C1 പ്ലസ് C2 വരും. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ആൻഡ് ദ ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് വോൾട്ടേജ് വെൻ ദ മൂവബിൾ പ്ലേറ്റ് ഈസ് മിഡ്വേ ആകുമ്പോൾ എന്ത് വരും, E1 E2 സെയിം ആണ്, 0 ആയിരിക്കും. ആൻഡ് ലെറ്റ് ദ മൂവബിൾ പ്ലേറ്റ് ഈസ് മൂവ്ഡ് അപ്പ് ഡ്യൂ ടു ദ ഡിസ്പ്ലേസ്മെന്റ് X. അവിടെ ഞാൻ പറഞ്ഞ പോലെ എക്സ് മേലേക്ക് മൂവ് ചെയ്തു. എക്സ് മേലേക്ക് മൂവ് ചെയ്യുന്നത് സംഭവിക്കും, മേലത്തെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസ് എന്താവും, ഡി മൈനസ് എക്സ് ആവും, താഴത്തെ എന്താവും, ഡി പ്ലസ് എക്സ് ആവും. സോ ദ C1 ആൻഡ് C2 വാല്യൂസ് ബിക്കം ഡിഫറെന്റ് അല്ലേ. C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി, ഇപ്പോൾ എപ്സിലോൺ A ബൈ ഡി മൈനസ് എക്സ് ആയി, താഴത്തെ എന്താവും, ഡി പ്ലസ് എക്സ് ആവും. സോ വി ഹാവ് E1ഉം E2ഉം അതിനനുസരിച്ച് മാറുമല്ലോ. ഇക്വേഷനിൽ ജസ്റ്റ് എന്തിനു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ C1ഉം C2നും. അപ്പോൾ ഞാൻ ഇവിടെ E1 എനിക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടും, ഡി മൈനസ് എക്സ് ബൈ 2D ഇൻറ്റു E എന്ന് കിട്ടും. E2 ഈക്വൽ ടു എനിക്ക് ഡി പ്ലസ് എക്സ് ബൈ 2D ഇൻറ്റു E എന്നുള്ള രീതിയിൽ കിട്ടും. സോ E1ഉം കിട്ടി, E2ഉം കിട്ടി. ഇൻ ടേംസ് ഓഫ് എന്താ എക്സിൻ്റെ രീതിയിലേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ, ഡിസ്പ്ലേസ്മെന്റിലോട്ടുള്ള റിലേഷൻ കൊണ്ടുവരാൻ ഡിറൈവ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇൻ ടേംസ് ഓഫ് എക്സ് ഐ ഹാവ് E1 ഈക്വൽ ടു ഡി മൈനസ് എക്സ് ബൈ 2D ആൻഡ് E2 ഈസ് ഈക്വൽ ടു ഡി പ്ലസ് എക്സ് ബൈ 2D ഇൻറ്റു E. ഓക്കെ, സോ ഡിഫറൻഷ്യൽ അറേഞ്ച്മെന്റ് ഇത് നമ്മളുടെ ഐഡിയൽ കേസ് ആണ് എഴുതിയിട്ടുള്ളത്. അതല്ല, നമ്മൾ തൽക്കാലം 0 എടുക്കരുത്, ഈക്വൽ ടു 0 അല്ല വേണ്ടേ. ഇവിടെ നമുക്ക് എന്താ കിട്ടുക എന്നുള്ളതാണ്. സോ ഡി പ്ലസ് എക്സ് ബൈ 2D ഇൻറ്റു E മൈനസ് ഡി മൈനസ് എക്സ് ബൈ 2D ഇൻറ്റു വരും, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ബൈ ഡി ഇൻറ്റു E. ഫൈനലി യു വിൽ ഗെറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ചേഞ്ച് ഇൻ വോൾട്ടേജ് ഡെൽറ്റ E ഓർ ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഈക്വൽ ടു എക്സ് ബൈ ഡി ഇൻറ്റു E. E എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് വോൾട്ടേജ് ഫിക്സഡ് ആണ്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കറിയാം. അപ്പോൾ എക്സിന് പ്രൊപ്പോർഷണൽ ആയിട്ട് കിട്ടി ഏതാ, ചേഞ്ച് ഇൻ വോൾട്ടേജ്. ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു എക്സ് ബൈ ഡി ഇൻറ്റു E. ഇനിയിപ്പോൾ അതിൻ്റെ സെൻസിറ്റിവിറ്റി എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, എന്താ E/D വരും അല്ലേ. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ E/D എന്നും കിട്ടും. സോ ദാറ്റ് ഈസ് ഓൾസോ കോൺസ്റ്റന്റ് ആൻഡ് ലീനിയർ. അപ്പോൾ ഇതാണ് ഇതിൽ നിന്ന് മെയിനായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമുക്ക് വരുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഇപ്പോൾ അതാണ് അതിൽ നമുക്ക് മെയിനായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ. ആൻഡ് ദി ഡിഫറൻഷ്യൽ മെത്തേഡ് ക്യാൻ ബി യൂസ് ഫോർ ഡിസ്പ്ലേസ്മെന്റ്സ് ഓഫ് 10⁻⁻8 mm to 10 mm വരെയൊക്കെ മെഷർമെന്റിന് നമുക്ക് ഇത് ഉപയോഗിക്കാം. വിത്ത് ആൻ ആക്യുറസി ഓഫ് 0.1
0.1%. ഓക്കെ, ഇനി ഇത് യൂസ് ചെയ്തിട്ട് അതായത് ഡിഫറൻഷ്യൽ അറേഞ്ച്മെന്റ് യൂസ് ചെയ്തിട്ട് പ്രഷർ മെഷർമെന്റ് ആണ് നമ്മൾ പറയുന്നത്. അപ്പം അതിനാണ് ഡിഫറൻഷ്യൽ അവിടെ പറഞ്ഞത്. സോ ഡിഫറൻഷ്യൽ പ്രഷർ കപ്പാസിറ്റി ട്രാൻസ്ഡ്യൂസർ ആണ് പറയുന്നത്. സോ മെഷേഴ്സ് ദ പ്രഷർ ബൈ കൺവേർട്ടിങ് ഇറ്റ് ഇൻ ടു ഡിസ്പ്ലേസ്മെന്റ്. പ്രഷറിനെ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് കപ്പാസിറ്റൻസ് ആയിട്ട് എടുത്തിട്ടാണ് മെഷർ ചെയ്യുന്നത്. ദ പ്രഷർ ഈസ് സെൻസ്ഡ് യൂസിങ് ഡിഫറൻഷ്യൽ അറേഞ്ച്മെന്റ് and it gives a linear relation between the output voltage and displacement which is caused by pressure. സോ പ്രഷറാണ് മെഷർ ചെയ്യുന്നതെങ്കിലും പ്രഷറിനെ ഡിസ്പ്ലേസ്മെന്റ് ആക്കും. ആ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ മെഷർ ചെയ്യുന്നത് ഡിഫറൻഷ്യൽ കപ്പാസിറ്റൻസ് അറേഞ്ച്മെന്റ് വെച്ചിട്ടാണ്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഒരു അറേഞ്ച്മെന്റ് നമുക്ക് വരുന്നത്. ഓക്കെ, അറേഞ്ച്മെന്റ് നമുക്കിവിടെ കാണാവുന്നതാണ്. 3 ടെർമിനൽ വാരിയബിൾ ഡിഫറൻഷ്യൽ സർക്യൂട്ട് കപ്പാസിറ്റർ ആണ് ഇത് ഉപയോഗിക്കുന്നത്. 3 ടെർമിനൽ വാരിയബിൾ ഡിഫറൻഷ്യൽ കപ്പാസിറ്റർ എന്നുള്ള രീതിയിൽ നമുക്കിവിടെ പറയാം. ഒരു സ്പിറിക്കൽ ഡിപ്രഷൻസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. Spherical depressions of depth say about 0.025 mm are ground into the glass disc. ഇപ്പോൾ പുറമേ നമുക്ക് ഗോൾഡ് ഡിസ്ക് അല്ല, ഗ്ലാസ് ഡിസ്ക് ആണ്. ഗ്ലാസ് ഡിസ്കിൽ ചെറിയ കുഴികൾ ഡിപ്രഷൻസ് ഫോം ചെയ്തിരിക്കുകയാണ്. 2 ഡിപ്രഷൻസ് 0.025 mm ഡിപ്രഷൻസ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, സോ നമുക്ക് ഗ്ലാസ് ഡിസ്ക് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ സ്പിറിക്കൽ ഡിപ്രഷൻസ് ഉണ്ട്. ആൻഡ് ദീസ് ഡിപ്രഷൻസ് ആർ കോട്ടഡ് വിത്ത് ഗോൾഡ് ടു ഫോം ദ 2 ഫിക്സഡ് പ്ലേറ്റ്സ്. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ഗോൾഡ് കോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഡിപ്രഷൻ്റെ മുകളിൽ. ഇതാണ് നമ്മളുടെ 2 ഫിക്സഡ് പ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ എയും സിയും എന്ന് പറയും. എ ആൻഡ് സി ആർ ദ ഫിക്സഡ് പ്ലേറ്റ്. ഓക്കെ, സോ നമുക്ക് ഗ്ലാസ് ഡിസ്ക് അതിൻ്റെ ഉള്ളിൽ സ്പിറിക്കൽ ഡിപ്രഷൻസ് കോട്ടഡ് വിത്ത് gold and these 2 spherical depression forms the fixed plates A and C. ഇതിൻ്റെ പുറമെയുള്ള കവറേജ് നമുക്ക് കാണാം P1 P2 പ്രഷർ അപ്ലൈ ചെയ്യുന്നതാണ്. ഇപ്പോൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ചേഞ്ച് ആണ് വരുത്താൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇനി ഒരു കാര്യം കൂടി നിൽക്കുന്നുണ്ട്. എന്ത് നിൽക്കുന്നുണ്ട്? എ തിൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡയഫ്രം. ഒരു തിൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡയഫ്രം നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു ബ്ലാക്ക് ഇതായിട്ട് കാണിച്ചിട്ടുള്ളത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡയഫ്രം ആണ് B എന്നുള്ള ടെർമിനലായിട്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ സ്ട്രെച്ച്ഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡയഫ്രം വിച്ച് ഈസ് മൂവബിൾ. ഇപ്പോൾ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് പ്രഷർ ഇതിൽ അടിക്കുന്നതിനനുസരിച്ച് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നോർമൽ ഒരു പൊസിഷനിൽ ഇതിങ്ങനെ സെൻട്രൽ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. നമ്മുടെ കപ്പാസിറ്റൻസ് അറേഞ്ച്മെന്റ് വെച്ചെടുക്കുമ്പോൾ ഇത് കപ്പാസിറ്റൻസ് 1 കപ്പാസിറ്റൻസ് 2 എടുക്കുകയാണെങ്കിൽ എന്തായിട്ട് വരുന്നുണ്ട്? ഈക്വൽ ആയിട്ട് വരും. ഡിഫറൻഷ്യൽ വോൾട്ടേജ് എന്തായിരിക്കും? 0 എന്നുള്ള രീതിയിൽ നമുക്കിവിടെ പറയാം. ഓക്കെ, സോ വിത്ത് ദ ഈക്വൽ പ്രഷർ അപ്ലൈഡ്, ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ P1 ഈക്വൽ ടു P2 എന്ന രീതിയിലാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഡയഫ്രം ഈസ് ഇൻ ന്യൂട്രൽ പൊസിഷൻ ആൻഡ് ദ ബ്രിഡ്ജ് ഈസ് സെറ്റ് ടു ബി ബാലൻസ്ഡ്. ഇപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് നമുക്കൊരു ബ്രിഡ്ജ് വഴിയാണ് മെഷർമെന്റ് എടുക്കുന്നതെങ്കിൽ ആ ബ്രിഡ്ജ് എന്തായിട്ടായിരിക്കും കിടക്കുക? ബാലൻസ്ഡ് ആയിട്ടായിരിക്കും കിടക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പാസിറ്റൻസ് കേട്ടോ. ഇതിനനുസരിച്ച് ഇവിടുത്തെ ഡിഫറൻഷ്യൽ വോൾട്ടേജ് എന്തായിരിക്കും? 0 ആയിരിക്കും. ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് E0 is 0 അണ്ടർ ദി കണ്ടീഷൻ. ഇപ്പോൾ ഈ കപ്പാസിറ്റൻസിന്റെ ഡിഫറൻഷ്യൽ മെഷർമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബ്രിഡ്ജ് അറേഞ്ച്മെന്റ് ആണ് ഉപയോഗിക്കുന്നത്. E0 ആണ് നമ്മുടെ ഡിഫറൻഷ്യൽ വോൾട്ടേജ്. ഇപ്പോൾ under this condition, that is P1 equal to P2, this bridge will be balanced because this diaphragm is in the central middle portion, so that D1 and D2 is the same. C1 equal to C2, so the bridge will be balanced and it will give a zero deflection, zero voltage. And if one pressure is made greater than the other, then the diaphragm deflects from its initial position to the differential pressure, giving an output voltage E0. അല്ലേ, ഇതിൽ നമ്മൾ പ്രഷർ ഒന്ന് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മൂവ് ചെയ്യും, അതിനനുസരിച്ച് അവിടെ ചേഞ്ച് വരും പ്രഷർ. For an opposite pressure difference, output voltage shows 180 degree phase shift, and this voltage may be amplified by an emitter follower. ഇത് ചെറിയൊരു വോൾട്ടേജ് ആയിരിക്കും കിട്ടുന്നുണ്ടാവും. അപ്പോൾ അത് ആംപ്ലിഫൈ ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഒരു എമിറ്റർ ഫോളോവർ ആംപ്ലിഫയർ ഉപയോഗിക്കാം, വിച്ച് ഗിവ്സ് ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് കിട്ടത്തക്ക രീതിയിൽ നമുക്ക് അത് ചെയ്യാം. പിന്നെ ഡയറക്ഷൻ സെൻസിറ്റീവ് DC ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് വേണമെങ്കിൽ ഒബ്റ്റെയിൻ ചെയ്യാം ഫേസ് ഡിമോഡുലേറ്ററും ഫിൽറ്റർ സർക്യൂട്ടും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇത്രയാണ് മെയിനായിട്ട് നമ്മളിത് ചോദിച്ച് എഴുതുന്നുള്ളൂ. ഡിഫറൻഷ്യൽ അറേഞ്ച്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾ മുന്നത്തെ പറഞ്ഞതാണ്, അതിൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ അതിൻ്റെ രീതിയിൽ നമ്മൾ എഴുതേണ്ടി വരും. ഓക്കെ, സോ അത് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. സ്പിറിക്കൽ ഡിപ്രഷൻസ് ഓഫ് എ ഡെപ്ത് ഓഫ് about 0.25 mm are ground into the glass disc, and these depressions are coated with gold to form the 2 fixed plates of the differential capacitor, and a thin stainless steel diaphragm is clamped between the disc, which acts as the movable plate. And with equal pressure applied to the diaphragm, it is in neutral position and the bridge is said to be balanced, and the output voltage E0 is 0 under this condition. Okay, now if one pressure is made greater than the other, the diaphragm deflects from its position
to the pressure giving a non-zero output voltage, and for an opposite pressure difference output voltage shows 180-degree phase shift, and this voltage may be amplified by an emitter, follower amplifier, and a direction sensitive DC output voltage may be obtained by using phase sensitive demodulator and filters circuit. Okay, and not commonly used because of its low sensitivity. അധികം ഇത് പ്രഷർ മെഷർമെന്റ് ഉപയോഗിക്കാണ്ടിരിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ സെൻസിറ്റിവിറ്റി കുറവ് ആണ് എന്നുള്ളത് ആണ്. ഓക്കെ, ബട്ട് ഇറ്റ് റിക്വയർസ് ഹൈ കാരിയർ ഫ്രീക്വൻസീസ് ഫോർ ഡൈനാമിക് പ്രഷർ മെഷർമെന്റ്. ഹൈ കാരിയർ ഫ്രീക്വൻസി വേണം എന്നുള്ളതും ഒരു ഇഷ്യൂ ആണ്. ഡൈനാമിക് പ്രഷർ മെഷർമെന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇറ്റ് റിക്വയർസ് വെരി ഹൈ frequencies of the range of 2500 hertz ഒരു 2.5 kilohertz റേഞ്ചിലുള്ള ഫ്രീക്വൻസിയുടെ ആവശ്യം നമുക്ക് വരും. ഓക്കെ, ദെൻ ഇതിൽ നമ്മൾ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു പറയേണ്ട പോയിന്റ് ആണ് ചേഞ്ച് ഓഫ് കപ്പാസിറ്റൻസ് വിത്ത് വേരിയേഷൻ ഓഫ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. അത് ആക്ച്വലി 2 അല്ല 3 എന്നുള്ള രീതിയിൽ പറയാം. 3 തേർഡ് പോയിന്റ് ആണ്. അപ്പോൾ ഡൈഇലക്ട്രിക് മാറ്റുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൽ നമുക്കൊരു ടോപ്പ് പ്ലേറ്റും ബോട്ടം പ്ലേറ്റും ഉണ്ട്. അത് രണ്ടും ഫിക്സഡ് ആണ്. ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ആണ് ഇവിടെ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് അനുസരിച്ച്. അപ്പോൾ ആ ഡൈഇലക്ട്രിക് എപ്സിലോൺ മാറുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി ഇത് ഫുള്ളി കവേർഡ് ആയിട്ട് ഫുള്ള് ഇതിൻ്റെ ഉള്ളിലായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഫുള്ള് എപ്സിലോൺ ബൈ ഡി എന്ന് പറയാം. ഇപ്പോൾ ഒരു എപ്സിലോൺ ആണ് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇതിപ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്ത് ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെന്റിലാണ് നിൽക്കുന്നതെങ്കിൽ എന്താ ഈ L2 എന്നുള്ള പോർഷനിൽ ഈ ഡൈഇലക്ട്രിക് നിൽക്കുന്നുണ്ട്, L1 പോർഷനിൽ എയർ ആണ് നിൽക്കുന്നത്. ഇപ്പോൾ 2 ഡൈഇലക്ട്രിക് വരും. അപ്പോൾ എഫക്റ്റീവ് അതിൻ്റെ എന്ത് മാറുകയാണ്, കപ്പാസിറ്റൻസ് മാറുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഇതിൽ മെയിനായിട്ട് അതാണ് വരുന്നുള്ളൂ. ഇപ്പോൾ ലീനിയർ മെഷർമെൻ്റ് ആണ് നമുക്കിവിടെ മെഷർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇനീഷ്യൽ കപ്പാസിറ്റൻസ് ഓഫ് ദ ട്രാൻസ്ഡ്യൂസർ, ഇനീഷ്യൽ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C ഈക്വൽ ടു എപ്സിലോൺ. ഇപ്പോൾ ഇതിലത്തെ കപ്പാസിറ്റൻസ് നമുക്ക് പറയാവുന്നതാണ്. C ഈക്വൽ ടു എപ്സിലോൺ WL1/D. എപ്സിലോൺ 0 WL1/D എന്ന് പറഞ്ഞാൽ എപ്സിലോൺ R 1 ആണ്. കാരണം ഈ പോർഷൻ എന്താണ്, നമ്മുടെ എയർ ആണ് അല്ലേ. എപ്സിലോൺ 0 എപ്സിലോൺ R 1. L2ൻ്റെ പോർഷനിൽ എപ്സിലോൺ R അതിൻ്റെ പെർമിറ്റിവിറ്റി വരുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് ഹാസ് എ ഡൈഇലക്ട്രിക് ഓഫ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ R. സോ ടോട്ടലി നമുക്ക് എന്ത് എഴുതാം, എപ്സിലോൺ W/D L1 പ്ലസ് എപ്സിലോൺ R L2 എന്നുള്ള രീതിയിൽ വരും. ഇനി ഇതിൽ ഡൈഇലക്ട്രിക് നമുക്ക് ഇതിലൊരു ഡിസ്റ്റൻസ് മൂവ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഇത് നമുക്ക് ഈ അറേഞ്ച്മെന്റ് ആണ് ഇനീഷ്യൽ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഒരു മൂവ്മെന്റ് വന്നാൽ കപ്പാസിറ്റൻസ് എന്താവും, ΔC ചേഞ്ച് വരും. അപ്പോൾ ആ ΔC ചേഞ്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഒരെണ്ണത്തിൽ കുറവും ഒരെണ്ണത്തിൽ കൂടുതലും. ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ടു ദ റൈറ്റ് ആണ് നമ്മൾ പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റ് X ടു ദ റൈറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐഡിയൽ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നതെങ്കിൽ ഇതിൽ നിന്ന് ഇങ്ങോട്ട് X മൂവ് ചെയ്ത് എന്താവും, L1 X കുറയും, L2 X കൂടും. അപ്പോൾ ആ ഇക്വേഷനിൽ ആ മാറ്റം വരുന്നു മാത്രം. സോ എപ്സിലോൺ W/D ഇൻറ്റു L1 - X പ്ലസ് എപ്സിലോൺ 0 എപ്സിലോൺ R W/D ഇൻറ്റു L2 പ്ലസ് X എന്ന് വരും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എക്സ്പ്രഷൻ കിട്ടും. C പ്ലസ് എപ്സിലോൺ 0 WX/D ഇൻറ്റു എപ്സിലോൺ R - 1. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ് നമ്മൾ ഇതിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ C ക്യാൻസൽ ആയ ΔC ഈക്വൽ ടു എന്ത് കിട്ടും, എപ്സിലോൺ WX/D എപ്സിലോൺ R - 1 കിട്ടും. ഹെൻസ് എ ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ് X അല്ലേ. ബിക്കോസ് W കോൺസ്റ്റന്റ് ആണ്, D കോൺസ്റ്റന്റ് ആണ്, എപ്സിലോൺ ആറും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ് എന്തിന് പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം, Xന് പ്രൊപ്പോർഷണൽ ആണെന്നുള്ള രീതിയിൽ പറയാം. അതിനനുസരിച്ച് നമുക്ക് ഇവിടുന്ന് എന്ത് മെഷർ ചെയ്തെടുക്കാം, ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യാം. ഇതാണ് വേറെ അറേഞ്ച്മെന്റ് വിത്ത് വേരിയേഷൻ ഓഫ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ കപ്പാസിറ്റൻസ് യൂസ് ചെയ്തിട്ടുള്ള മെഷർമെന്റ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റും പറഞ്ഞു, അതേപോലെ ഡിസ്പ്ലേസ്മെന്റിനെ കൺവേർട്ട് ചെയ്ത് ഡിഫറൻഷ്യൽ അറേഞ്ച്മെന്റ് യൂസ് ചെയ്തിട്ട് പ്രഷർ മെഷർമെന്റും ചെയ്യാമെന്നുള്ളതും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്.